ഡോക്ടർ ജയകുമാർ. അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് പീഡിയാട്രിക് വിഭാഗം മേധാവിയും പ്രൊഫസറുമാണ്. ഓക്കെ, പലപ്പോഴും പലർക്കും ഉണ്ടാകുന്ന ഒരു ഡിഫ്തീരിയ ഒരു തൊണ്ടവേദനയാണ്, ആന്റിബയോട്ടിക് ഉണ്ട്. അപ്പോൾ ഈ ആന്റിബയോട്ടിക് കഴിക്കുന്നത് എല്ലായ്പ്പോഴും രക്ഷകനായി മാറും, അല്ലെങ്കിൽ അതും ഒരു പ്രശ്നം തന്നെയാണോ? ചില അസുഖങ്ങൾക്ക് ആന്റിബയോട്ടിക്സ് തീർച്ചയായിട്ടും രക്ഷകൻ തന്നെയാണ്. ന്യൂമോണിയക്ക് ആന്റിബയോട്ടിക്സ് രക്ഷകനാണ്. പക്ഷേ ഈ ഡിഫ്തീരിയ, ടെറ്റനസ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ തന്നെ ഇതിന്റെ ടോക്സിൻസ് ദേഹം മൊത്തം വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബാക്ടീരിയ അല്ല കുഴപ്പമുണ്ടാക്കുന്നത്, ബാക്ടീരിയ കാരണമുള്ള ടോക്സിൻ ബാക്ടീരിയയെ പിടിവിട്ട് പോയിട്ട് അവനവിടെ നിന്ന് ടോക്സിൻ ഉണ്ടാകും. ആ ടോക്സിൻ ദേഹത്ത് മൊത്തം വ്യാപിച്ചു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്സ് ഒക്കെ വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനുള്ള ആ ഇമ്യൂണോഗ്ലോബുലിനാണ് യൂസ് ചെയ്യുന്നത്. ആ ഇമ്യൂണോഗ്ലോബുലിൻ കഷ്ടകാലത്തിന് നമ്മുടെ രാജ്യത്ത് അല്ലെ പുറം രാജ്യങ്ങളിൽ ഡിഫ്തീരിയ ഇല്ലാത്ത കാരണം അവർ ഇമ്യൂണോഗ്ലോബുലിൻ ഉണ്ടാക്കുന്നില്ല. ഇവിടെയാണ് ഉള്ളത്. പക്ഷെ ഇമ്യൂണോഗ്ലോബുലിൻ വളരെയധികം കോസ്റ്റ്ലിയാണ്. ഏതാണ്ട് 1 മില്ലിഗ്രാമിന് 10-100 രൂപ വരെ വരും. അപ്പൊ ഒരു 10 കിലോയുള്ള കുട്ടിക്ക് ചിലപ്പോൾ 2 ഗ്രാം വേണ്ടും. ഇപ്പൊ 20,000 വരും. ലക്ഷക്കണക്കിന് രൂപ. മാത്രമല്ല അവൈലബിലിറ്റി പ്രശ്നമാണ്. ആവശ്യമുള്ളപ്പോൾ കിട്ടത്തില്ല. റേബീസിന്റെ ഇമ്യൂണോഗ്ലോബുലിൻ വെരി കോസ്റ്റ്ലിയാണ്. അതേപോലെ ടെറ്റനസിന്റെ ഇമ്യൂണോഗ്ലോബുലിൻ ഇതെല്ലാം കോസ്റ്റ്ലിയാണ്. ഇമ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ്. അത് വളരെ കോസ്റ്റ്ലിയാണ്. അത് അതുകൊണ്ട് വാക്സിൻ എടുക്കുക, രോഗം പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഒരു സംശയമില്ല. ട്രീറ്റ്മെന്റ് ലിമിറ്റഡ് ആണ്. ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖം നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല. വാക്സിനേഷൻ കാരണം അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രിവെന്റ് ചെയ്തു എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പലപ്പോഴും ചില ഏരിയകളിൽ നിന്നെല്ലാം ഡിഫ്തീരിയ പോലുള്ള അസുഖങ്ങൾ ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. അതിന്റെ കാരണം പൂർണ്ണമായി വാക്സിനേഷൻ എടുക്കാത്ത കാരണമാണ്. വിദേശ രാജ്യങ്ങളിൽ 95% വരെയും 100% വരെയും എടുക്കുന്ന വാക്സിൻ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആളുകളുടെ അജ്ഞത കാരണം, അതിനെതിരെ ചില അപവാദ പ്രചരണങ്ങൾ കാരണം പലരും എടുക്കാൻ മടിക്കുകയാണ്. ചിലപ്പോൾ സാറ് ഡിഫ്തീരിയ എങ്ങനെ വരും, ഡിഫ്തീരിയ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു, വാക്സിനേഷനെ പറ്റി പറഞ്ഞു. ലോകം മുഴുവൻ എടുക്കുകയാണെങ്കിൽ ഡിഫ്തീരിയ പോലുള്ള അസുഖങ്ങൾ വാക്സിനേഷൻ കാരണം കുറഞ്ഞു വരികയാണ്. പക്ഷെ ഇന്ത്യ പ്രാക്ടിക്കലി ഇല്ലെന്ന് തന്നെ പറയാം. പല വിദേശ രാജ്യങ്ങളില്ല. പക്ഷെ ഇന്ത്യയിൽ ഇപ്പോഴും ചില തുരുത്തുകളിൽ ഇത്തരം കുഴപ്പങ്ങളുണ്ട്. കേരളമാണ് അതിനൊരു അപവാദം. അത് കേരളത്തിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഉണ്ടാകാനുള്ള പെർസെൻറ്റേജ്, കേരളത്തിൽ ഉണ്ടാകാനുള്ള പെർസെൻറ്റേജ് ഒക്കെ എത്രയാണ് സാർ വാക്സിൻ എടുക്കാത്തതിന്റെ? ഞാനിപ്പോ ആലോചിക്കുന്ന ഇന്നലെ ഒരു പത്ര റിപ്പോർട്ട് കാണുകയായിരുന്നു. ഓസ്ട്രേലിയയിലെ 95% ആൾക്കാർ ഇമ്മ്യൂണൈസ്ഡ് ആണ്. കേരളത്തിലെ 80 മുതൽ 85% മാത്രമേ ഉള്ളൂ. നാഷണൽ ലെവലില് 60% ഉള്ളൂ. പക്ഷെ അപ്പൊ നമ്മൾ യത്നിക്കേണ്ടത് ഈ ഇമ്മ്യൂണൈസേഷൻ എടുക്കുക എന്നുള്ള നമ്മുടെ ഒരു വ്രതമാകുക, നമ്മുടെ ഒരു കടമയായി എടുക്കുക. എല്ലാ കുട്ടികൾക്കും ഈ ഇമ്മ്യൂണൈസേഷൻ എടുക്കുക എന്നുള്ളതാണ്. അത് ഗവൺമെന്റ് വാക്സിനേഷൻ ആണ് ശരി, സർക്കാരിതര വാക്സിനേഷൻ ആണ് ശരി, എന്തെല്ലാം വാക്സിനേഷൻ ഉണ്ടോ ആ വാക്സിനേഷൻ എല്ലാം നമ്മുടെ കുഞ്ഞിന് കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ രക്ഷകർത്താക്കളുടെയും കർത്തവ്യം. അതുവഴി നമുക്ക് നല്ല ഒരു ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കാം. കാരണം ഈച്ച് ആൻഡ് എവറി ചൈൽഡ് കൗണ്ട്സ്. ഒരു കുഞ്ഞു പോലും ഒരു സാംക്രമിക രോഗങ്ങൾ കാരണം നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് നമ്മുടെ ലക്ഷ്യം. സർ, എന്താണ് ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖം? എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്? ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രതിരോധിക്കാവുന്ന ഒരു അസുഖമാണ്. അതിന് മലയാളത്തിൽ പറയുന്നത് തൊണ്ടമുള്ള്. കാരണം ഇത് പ്രധാനമായിട്ട് നമ്മുടെ ടോൺസിലും അതിനോടനുബന്ധിച്ചുള്ള ഏരിയയിലാണ് പ്രധാനപ്പെട്ട് കാണുന്നത്. ഇതൊരു മെംബ്രെയിൻ മാതിരി ഉണ്ടാകുകയാണ്, ഒരു പാട. ഈ പാട ഉണ്ടായിട്ട് അത് നമ്മുടെ ശ്വാസനാളത്തേക്കുള്ള എൻട്രിയിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ അസുഖം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഈ അസുഖം ഉണ്ടാകുന്നത് യഥാസമയം പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാത്തതുകൊണ്ട്. ഡിഫ്തീരിയക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് ഉണ്ട്. നമ്മൾ ഈ ഡിഫ്തീരിയക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് ഒരു കമ്പൈൻഡ് വാക്സിനേഷൻ, ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്, ഇത് 3 കൂടെ ചേർത്ത് DPT. ഇപ്പൊ അത് അവൈലബിൾ ആയിട്ടുള്ളത് പെൻഡാവാക്ക് 5 വാക്സിൻ ചേർന്നാണ്. ഉദാഹരണത്തിന് ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ H ഇൻഫ്ലുവൻസ ടൈപ്പ്. കാരണം പല കുത്തിവയ്പ്പുള്ള പല ഇഞ്ചക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് എല്ലാം കൂടെ ഒറ്റ ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കുന്നത്. പ്രതിരോധിക്കാവുന്ന അസുഖമാണ്. 100% പ്രതിരോധിക്കാവുന്ന ഒരു അസുഖമാണ് ഈ ഡിഫ്തീരിയ. ഇത് എന്ത് ബാക്ടീരിയ ആണോ വൈറസ് ആണോ? ഇത് ബാക്ടീരിയയാണ്. ബാക്ടീരിയയുടെ പേരെന്താണ് സാർ? ഇത് കൊറിയൻ ബാക്ടീരിയം ഡിഫ്തീരിയ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയമായ നാമം. ആ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്? ഇത് പലപ്പോഴും ഈ ഡിഫ്തീരിയ
ഒരു ആൾക്ക് കാരിയർ സ്റ്റേറ്റ് ഉണ്ടാവും. ആ കാരിയറിൽ നിന്ന് നമ്മൾ സംസാരിക്കുമോ അല്ലെങ്കിൽ അയാളുമായിട്ട് അടുത്ത് ഇടപഴകുകയോ ചുമയ്ക്കുമ്പോഴോ വായു കൂടെയൊക്കെ പകരാം, അല്ലെങ്കിൽ കോണ്ടാക്ട് കൂടെ പകരാം. അങ്ങനെയാണ് ഇത് എത്തുന്നത്. കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ഒരു അസുഖമാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും വാക്സിൻ എടുക്കാത്ത ആൾക്കാർക്ക്, വാക്സിൻ എടുക്കാത്ത കുഞ്ഞുങ്ങൾക്ക് മലപ്പുറത്ത്, കോഴിക്കോട്ട്, പക്ഷെ നമുക്ക് ഏറ്റവും വിഷമം വന്നത് ഒരു നല്ല ഇമ്മ്യൂണൈസേഷൻ കവറേജ് ഉണ്ടെന്ന് പറയുന്ന സദയം കേരള, അവിടെയാണ് തിരുവനന്തപുരത്തും ഇപ്പൊ അടുത്ത കാലത്ത് കൊല്ലത്തും. പക്ഷെ ഞാൻ പറയുന്നത് അതൊരു അതിശയമില്ല. കാരണം ഈ പോപ്പുലേഷൻ മൈഗ്രേഷൻ യാത്രയാണ്. കാരണം ഇന്നൊരു അസുഖം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ അമേരിക്കയിലെത്താം. കാരണം 24 hours കഴിയുമ്പോൾ അമേരിക്കയിലെത്താം. അപ്പൊ അതുകൊണ്ട് ഈ പോപ്പുലേഷൻ മൈഗ്രേഷൻ കാരണം ഇത് നമുക്ക് വരുത്തില്ല, ഇത് മലപ്പുറത്തേ ഉള്ളൂ, കോഴിക്കോട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ബുദ്ധിയല്ല. അപ്പൊ ഈ ബാക്ടീരിയ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നാൽ ഇത് തൊണ്ടയിൽ എന്താണ് സംഭവിക്കുന്നത്? തൊണ്ടയിൽ ഒരു പാടമാതിരി ഉണ്ടാകും. ഞങ്ങളുടെ ടോൺസിലൈറ്റിസ് കണ്ടാൽ തോന്നും നമുക്ക് സാധാരണ വരുന്ന ടോൺസിലൈറ്റിസ്. ഈ ടോൺസിലൈറ്റിസും ഡിഫ്തീരിയ കാരണമുള്ള ഈ വിക്കും അത് വേർതിരിക്കാൻ ഡോക്ടർമാർക്ക് നല്ല പ്രയാസമാണ്. കാരണം പലപ്പോഴും ഇതൊരു ഡർട്ടി വൈറ്റ് പാച്ച് ആയിരിക്കും. അത് തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ടച്ച് ചെയ്യും. പിന്നെ ഇവിടെ നമ്മുടെ ഈ പുറത്ത് ഈ ഞങ്ങൾ പറയുന്നത് ഗ്ലാൻഡിന് നല്ല വീക്കം വരും. അതിന് പറയുന്ന ബുൾ നെക്ക് അപ്പിയറൻസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഏത് അസുഖമാണ് കൂടുതൽ സീരിയസ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ കാണുമ്പോൾ ഈ സ്ട്രെപ്റ്റോകോക്കൽ ടോൺസിലൈറ്റിസ് ആണ് കൂടുതൽ പനിയും ടോക്സിറ്റി ഉണ്ടാക്കുന്നത്. ഇത് കണ്ടാൽ അത്ര കുഴപ്പം തോന്നുന്നില്ല, പക്ഷേ മാരകമാണ്. ഡിഫ്തീരിയ മാരകമായിട്ടുള്ള അസുഖമാണ്. ഇത് ശ്വാസകോശത്തെ ബാധിക്കാം, ബ്രെയിനിനെ ബാധിക്കാം, ഞരമ്പുകളെ ബാധിക്കാം, എന്ന് വേണ്ട സ്കിന്നിനെ വരെ ബാധിക്കാം. പലപ്പോഴും അങ്ങനെ ഇന്റർനെറ്റിലൂടെ ആൾക്കാർ ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ തൊണ്ടവേദന. അപ്പൊ അത് അടുത്ത ദിവസം വരെ തൊണ്ടവേദനയുള്ള എല്ലാ കുട്ടികളെയും ആൾക്കാർ ഡിഫ്തീരിയ ആയിട്ട് ചിത്രീകരിക്കാനുള്ള ഒരു ലക്ഷണം. അപ്പൊ എങ്ങനെയാണ് ഇത് മറ്റു പല അസുഖങ്ങൾ? തീർച്ചയായിട്ടും വളരെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചത്. എല്ലാ തൊണ്ടവേദനയും ഡിഫ്തീരിയ അല്ല. വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ, അതായത് എന്റെ ഷെഡ്യൂള് പെൻഡാവാക്ക് 6, 10, 14, പിന്നെ 1.5 വയസ്സില്, 4.5 വയസ്സില്, ഇതാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് ഡിഫ്തീരിയ ഉണ്ട്, കവറേജുള്ള വാക്സിനേഷൻ ഉണ്ട്. അപ്പൊ അത് എടുത്തിട്ടില്ലാത്ത ഒരാൾക്ക് തൊണ്ടയിൽ ഒരു കുഞ്ഞിന് തൊണ്ടയിൽ പാച്ച് ഉണ്ടെങ്കിൽ ഡിഫ്തീരിയ സംശയിക്കണം, യാതൊരു സംശയവുമില്ല. പക്ഷെ എടുത്തിട്ടുള്ള ആൾക്ക് ഡിഫ്തീരിയ ആകാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല. നമുക്കിത് കൺഫേം ചെയ്യാനായിട്ട് ഇതിന്ന് ഒരു സ്വാബ് എടുത്തിട്ട് മൈക്രോബയോളജി ലാബറട്ടറി കൊടുത്ത് അത് തീർച്ചപ്പെടുത്തും. ഈ ഡിഫ്തീരിയ തൊണ്ടയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ സാർ ഇപ്പൊ പറഞ്ഞു. പക്ഷെ ചില ആൾക്കാർക്കൊക്കെ വളരെ റയർ ആയിട്ടെങ്കിലും മറ്റു ഓർഗനൊക്കെ ഹാർട്ടിനെ ബാധിക്കാം. ഹാർട്ടിനെ ബാധിച്ചു കഴിഞ്ഞാൽ മരണം സുനിശ്ചിതമാണ്. ഡിഫ്തീരിയറ്റിക് മയോകാർഡൈറ്റിസ് എന്ന് പറയും. വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖമാണ്. പിന്നെ മറ്റേതൊക്കെ ഓർഗനെയാണ് ഇത് ബാധിക്കുക? ബ്രെയിനിനെ ബാധിക്കാം, പിന്നെ ശ്വാസകോശത്തിന്റെ ബാധിക്കാം. ശ്വാസകോശത്തിന്റെ ഇവിടെ വന്നതിന് ശേഷം അത് മറ്റു സ്ഥലത്തേക്ക് ടോക്സിൻ കൊണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് കണ്ടിന്യൂസ് സ്പ്രെഡ് ഉണ്ട്, അല്ലാതെ തന്നെ ടോക്സിൻ കാരണവും ബാധിക്കാം. കാരണം ടോക്സിനും ഉണ്ട്. കാരണം ഈ ഞരമ്പുകളെ ബാധിക്കുന്ന ഏതാണ്ട് 3 ആഴ്ച കഴിഞ്ഞ് കണ്ണിനെ ബാധിക്കും. ഈ ഡിഫ്തീരിയ വന്ന് തൊണ്ടയിൽ ഇതിപ്പോ ഇങ്ങനെ വീങ്ങി വന്നാൽ ആ രോഗിക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും? ഭയങ്കര ഇറക്കാനുള്ള പ്രയാസം, പിന്നെ ഇതിന്റെ കാരണമുള്ള ടോക്സിറ്റി ഇത് മൊത്തം ബോഡിയെ വ്യാപിച്ചിട്ട് എല്ലാ അവയവങ്ങളെ ബാധിക്കുന്നു. ഹാർട്ടിനെ ബാധിക്കുന്നതോടെ ഹാർട്ടിന്റെ പ്രവർത്തനം നിൽക്കുന്നു. ബ്രെയിനിനെ ബാധിച്ചു കഴിഞ്ഞാൽ എൻസെഫലോപ്പതി വരാം, ഞരമ്പുകളെ ബാധിച്ചു കഴിഞ്ഞാൽ ന്യൂറൈറ്റിസ് വരാം. അങ്ങനെ നിരവധി കുഴപ്പങ്ങൾ, ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇത് കാണുന്ന ഡോക്ടർമാർക്കും കൂടെ പേടിയാണ്. കാരണം അവർക്ക് പിടിക്കുമോ എന്നുള്ള പേടിയാണ്. ഹൈലി കണ്ടേജിയസ് ആണ്. എല്ലാ മുൻകരുതലും എടുത്തിട്ട് ഡോക്ടർമാര് നോക്കിയുള്ളൂ. മാത്രമല്ല ഇതിനൊരു ഇമ്യൂണോഗ്ലോബുലിനുണ്ട്, അത് പലപ്പോഴും ഷോർട്ടേജ് ആണ്. ഈ ഡിഫ്തീരിയറ്റിക് ഇമ്യൂണോഗ്ലോബുലിൻ ഭയങ്കര ഷോർട്ടേജ് ആണ്, വളരെ കോസ്റ്റ്ലിയാണ്. ചില അവസരങ്ങളിൽ നമ്മൾ ഇത് ബോംബെയിൽ നിന്ന് തന്നെ ഈ മരുന്ന് വരുത്തേണ്ടി വരും. ഞാൻ പറയുന്നത് ഈ നിപ്പ വൈറസ് മാതിരി തന്നെ വളരെ മാരകമായിട്ടുള്ള ഒരു അസുഖമാണ് ഡിഫ്തീരിയ. കാരണം എല്ലാരും വാക്സിൻ ഉണ്ടല്ലോ. അപ്പൊ എടുക്കാത്തവർക്കാണെങ്കിൽ വരുന്നത്, എടുത്തവർക്ക് വരത്ത്. കാരണം മിക്ക ആൾക്കാരും വാക്സിൻ എടുക്കാണ്. കഷ്ടകാലത്തിന് എടുക്കാത്ത അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് എടുക്കാത്ത ആൾക്കാർക്കാണ് ഈ ഡിഫ്തീരിയ വരുന്നത്. എടുക്കാത്ത കുഞ്ഞുങ്ങൾക്കാണ് ഡിഫ്തീരിയ വരുന്നത്. പക്ഷെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഇപ്പോൾ അഡൽസിനും വരുന്നുണ്ട്. കാരണം നേരത്തെ എടുത്തിട്ടില്ല, അതിന്റെ ബൂസ്റ്റർ എടുത്തിട്ടില്ലെങ്കിൽ അവർക്കും റിസ്ക് ഉണ്ട്. കറക്റ്റ് വാക്സിനേഷൻ എടുക്കാത്ത എല്ലാവർക്കും വരാം. കുട്ടികൾക്കാണെങ്കിലും ആർക്കും ഒരു ആളും രക്ഷപ്പെടാൻ പോകുന്നില്ല ഇമ്മ്യൂണിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ. സാർ ഒരു 40 വർഷമായിട്ട് കേരളത്തിൽ പീഡിയാട്രിക്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സാറിന്റെ പ്രാക്ടീസ് തുടങ്ങിയ സമയത്തും ഇപ്പോഴും ഈ ഡിഫ്തീരിയയുടെ ആ ചേഞ്ച് എങ്ങനെയാണ്? തീർച്ചയായിട്ടും വളരെ കുറവാണ്.
കാരണം നമ്മുടെ കേരളത്തിൽ നല്ല ശതമാനം ആൾക്കാർക്ക് വാക്സിൻ എടുത്തിട്ടുണ്ട്. കുറച്ച് അപൂർവം ആൾക്കാർക്കാണ് എടുക്കാറ്. നമ്മുടെ ഒരു ആൾക്കാരുടെ സാറ് 40 വർഷം മുന്നേ കണ്ട ആ ഡിഫ്തീരിയ പേഷ്യൻസിന് എന്തായിരുന്നു അവരുടെ മെയിൻ? പ്രധാനമായിട്ട് കാണുന്ന തൊണ്ടയിലുള്ള ഈ പാച്ചാണ്. പിന്നെ ഇതിന്റെ കോംപ്ലിക്കേഷൻ ഫലമായിട്ട് ഹാർട്ടിനെ ബാധിച്ച ഡിഫ്തരിറ്റിക് മയോകാർഡൈറ്റിസ്, പിന്നെ ബ്രെയിനിനെ ബാധിച്ചുള്ള ഡിഫ്തീരിയ എൻസെഫലോപ്പതി. ഞാൻ ഒരു എളുപ്പം വേറൊരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് ഞങ്ങൾ കുട്ടനാട് പാടങ്ങളിലാണ്. അപ്പം കുറച്ച് ആൾക്കാർ ഈ ചാഴി വരാതിരിക്കാൻ വേണ്ടിയിട്ട് മരുന്നടിക്കും. ഒരു കണ്ടത്തിൽ മരുന്നടിച്ചില്ലെന്ന് വിചാരിച്ചോളൂ വിഷത്തിന്, ആ കണ്ടത്തിലോട്ട് ഈ ചാഴിയെല്ലാം വന്ന് കയറും എന്ന് പറഞ്ഞതിന്റെ കൂട്ടാണ് കയറിയിരിക്കുക. അപ്പൊ അവിടെ ബാക്കി എല്ലാവർക്കും എടുത്ത് നമ്മുടെ അവിടെ വരത്തില്ല, നേരെ തിരിച്ചാണ്. ഈ ബാക്ടീരിയ ഇതൊന്നും ലോകത്തൊന്നും പോയിട്ടില്ല. ബാക്ടീരിയ ഉണ്ട്, അവൻ ആരെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ അവനെ കയറി പിടിക്കാനായിട്ട് കാത്തിരിക്കുക. അപ്പൊ എടുത്ത ആൾക്കാർക്ക് ധാരണ ഉണ്ടാവും എനിക്ക് വരത്തില്ല. അങ്ങനല്ല, ഈ വാക്സിൻ എടുത്തവർക്കാണ് വരാതിരിക്കുന്നത്. എടുക്കാത്തവൻ എപ്പോഴും റിസ്ക് ആണ്, അവന് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അവൻ എടുക്കുന്നതാണ് ബുദ്ധി. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.